ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ഹൊയാനിലാണ്. ഞങ്ങളിവിടെ വന്നത് ഇവിടുത്തെ അതിപ്രശസ്തമായ ലാൻഡ് ആൻഡ് ബോട്ട് സർവീസ് കാണാൻ വേണ്ടിയിട്ടാണ്. ലാൻഡ് ആൻഡ് ബോട്ട് ടൂർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയോ എന്താണ്? ലാൻഡ് ആൻഡ് ബോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ബോട്ടിനെ വളരെ അതിമനോഹരമായിട്ടുള്ള രീതിയിൽ അലങ്കരിച്ചിരിക്കും. കൂടുതൽ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് ലാൻഡേൺസുകളൊക്കെ ചെയ്ത് ഇത് കത്തിച്ചിട്ട് അതിൽ ഇങ്ങനെ ഇടുന്നിരിക്കും അല്ലേ ആ തോണിന്ന്. പക്ഷെ ഇതെന്തെന്ന് അത് വെയിറ്റ് ഇതാവാൻ വേണ്ടിട്ട് കല്ല് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ വെള്ളത്തിൽ കത്തിച്ചിട്ട് വെക്കുന്നു. വെയിറ്റ് 1 മിനിറ്റ്. വിളക്ക് നഗരം ഹൊയാനില് അതാ കുഞ്ഞാട്ട വിസില്, മറ്റേ കളിമണ്ണുണ്ടാക്കിയ വിസിൽ അതുണ്ടല്ലേ. അങ്ങനത്തെ വീട്ടിലുണ്ടായിരുന്നു. ഇതാണ് ഹൊയാനിലെ രാത്രി കാഴ്ചകൾ. വിളക്കുകളുടെ നഗരം എന്നറിയപ്പെടുന്ന ഹൊയാൻ. വിളക്കുകളുടെ നഗരം അത് മീൻസ് ഫുള്ള് ലൈറ്റ് അല്ലേ എല്ലായിടത്തും. ഒരു വൈകുന്നേരം ആകുമ്പോൾ എല്ലായിടത്തും ഇതുപോലെ ലൈറ്റ് ആയിരിക്കുന്നു. ഇവിടെ നല്ല നമ്മളെ നാട്ടിൽ കണക്കത്ത് ഭയങ്കര ലൈറ്റ് അല്ല, ചെറിയ ചെറിയ ആ ഒരു തരത്തിലുള്ള ലൈറ്റാണ്. നമ്മളെ അവിടെയെല്ലാം ഭയങ്കരത്തിൽ വെളിച്ചമുണ്ടാവില്ലേ. ഇവിടെ ആ ഒരു ഇത് ടൂർ പാക്കേജ്, അത് ഗൈഡ് ടൂറിസ്റ്റുകളെല്ലാം നോക്കി വരുന്നത്. ഓരോരോ ഗൈഡിൻ്റെ കൂടെ ഓരോരോ ടീം. കുറേ റെസ്റ്റോറൻറ്റുകളുണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റേ ഡ്രസ്സ് അടിച്ചു കൊടുക്കുന്നതാന്ന് തോന്നുന്നു. മെറ്റീരിയൽ എടുത്തെടുത്ത് അവർ നമ്മൾ പറയുന്ന മീൻസ് അവിടെ കാണിച്ചിരിക്കുന്ന രീതിയിൽ അവർ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് തരും. എത്രയോ മണിക്കൂറോളം കൊണ്ടുവന്നുള്ള രീതിയിൽ. ഇതെല്ലാവരും ഇട്ട ലാൻഡേൺസാണ്. ഇത് കുറേ കഴിയുമ്പോൾ അവിടെ തന്നെ കത്തിയിട്ട് വെള്ളത്തിൽ ഇതാവും അല്ലേ. ഫുള്ള് കത്തി 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 തീരാനായി. എന്ത് ഭംഗിയല്ലേ കാണാൻ. നല്ല ഉണ്ട്. ആ തോണിയിൽ 2-3 ലാൻഡേൺസ് ഇങ്ങനെ വെച്ചിട്ട്. ജാക്കറ്റ് എല്ലാം ഉണ്ടല്ലേ സേഫ്റ്റിക്ക്? ആ ജാക്കറ്റ് എല്ലാം ഉണ്ട്. ഹൊയാന്റെ തെരുവുകളിലൂടെയുള്ള അങ്ങോട്ടേക്ക് ആ ലൈറ്റ് ഫുൾ പൂത്തിരിയാണ്ട്. ഇത് ചെറിയ 20 മിനിറ്റാ ഈ ബോട്ടിൽ ഇങ്ങനെ. ഇത് 20 മിനിറ്റ്. 20 മിനിറ്റിന് 2,20,000 4 ആൾക്കാർക്ക്. 3 ആൾക്കാർക്കാണെങ്കിൽ 1,70,000 രൂപ. മണിക്കൂർ കൂടുമ്പോ സമയം കൂടുമ്പോ അതിനനുസരിച്ച് കൂടും അല്ലേ? ആ സമയം കൂടുമ്പോ അതിനനുസരിച്ച് കൂടും. ഈ സൈഡിൽ ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് തോണികൾ തന്നെയാണ്. കുറേ തോണികൾ അതിൽ ഇരുന്ന് ലൈറ്റെല്ലാം കത്തിച്ച്. Hello. Hi there. Howdy. Hello. Yeah, let go. ഓ എന്നിട്ട് ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ ഇടണം. ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. മുത്തിത അതിനെ വെള്ളത്തിലേക്ക് ഇറക്കാൻ പോകുന്നതാണ്. നമ്മളെ ഇന്ത്യക്കാരായിട്ട് കണ്ടുകൊണ്ട് ഫ്രീ ആയിട്ട് മുത്തിന് കൊടുത്തത്. വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുന്നുണ്ട്.
സാധാരണയായിട്ട് ഈ ലാൻഡേൺസ് എല്ലാം നമ്മൾ ബോട്ടിൽ നിന്നാണ് വെള്ളത്തിലേക്ക് ഇറക്കി വിടാറ്. അപ്പോൾ നമ്മളെ കണ്ട സന്തോഷത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ നമുക്ക് ലാൻഡേൺസ് തന്നു. അപ്പോൾ നമ്മൾ കരയിൽ നിന്ന് തന്നെ അത് വെള്ളത്തിലേക്ക് ഇടുകയാണ് ചെയ്തത്. ഈ ഒരു ലാൻഡേൺസിൻ്റെ വില എന്ന് പറയുന്നത് 10,000 മുതൽ 20,000 VND വരെയാണ്. ഈ ഹൊയാൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരും മഞ്ഞ കളർ ബിൽഡിങ്ങിൽ മഞ്ഞ കളർ ബിൽഡിംഗ് ആണ് അല്ലേ? ടൗൺ ഫുൾ മഞ്ഞ ഒരു വൈബ്. ഈ കാണുന്നത് ജപ്പാൻ ബ്രിഡ്ജ് ആണെന്ന് തോന്നുന്നു, കറക്റ്റ് ആയിട്ട് നമുക്കറിയില്ല. അപ്പൊ ഇപ്പൊ നമ്മ പോകുന്നത് തോണിയിൽ പോയിട്ട് ആ വിളക്ക് കത്തിച്ച് ആ പുഴയിലേക്ക് ഇങ്ങനെ ഇടാനാണ്. അപ്പം ആ ചേച്ചി വന്നിട്ട് നമ്മളോട് ഇത്ര ആൾക്ക് ഇത്ര പൈസ, അതായത് 4 ആൾക്ക് 2 ലക്ഷത്തിന് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാ നമുക്ക് പോയിട്ട് എങ്ങനെയാണെന്ന് അത് എക്സ്പീരിയൻസ് ചെയ്യാം. ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്നത് തന്നെ ഈ ലാൻഡേൺ ബോട്ട് റൈഡ് ആസ്വദിക്കാനും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോൾ വന്നാലാണ് ഇത് നല്ല രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ. നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന ഈ ബോട്ടിലാണ്. ഇത് വലിയ ചെറിയ ബോട്ടല്ല, അതൊരു തോണി തന്നെയല്ലേ, നമ്മളെ നാട്ടിലെ തോണി പോലെയല്ലേ സംഭവം. ലൈറ്റ് എല്ലാം കത്തിച്ച് ക്യാൻഡിലെല്ലാം കത്തിക്കാം. അതാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റുകളൊക്കെ ചെയ്യുന്നത് ഒരു ആക്ടിവിറ്റി എന്ന് പറയാം. ഒരു ആക്ടിവിറ്റി കറിക്കാം. ഇതൊരു ബോട്ടാണ്, ചെറിയൊരു ബോട്ട്. ഇത് ഈ ബോട്ടിൽ കണ്ടോ കുറേ പൂക്കളും അതേപോലെ പലതരത്തിലുള്ള ലാൻഡേൺസുകൾ ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ട്. ഇതേപോലുള്ള ഒരു 100 കണക്കിന് ബോട്ടുകളാണ് ഇവിടെ ഈ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ആക്കിയിട്ടുള്ളത്. ഇത് ആൾക്കാർ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യുകയും യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ ബോട്ടിൽ ഒരു നിശ്ചിത ദൂരം പോകുന്ന സമയത്ത് ഈ ഡ്രൈവർ നമുക്ക് ലാൻഡേൺസ് കത്തിച്ചിട്ട് തരും. അത് നമ്മൾ എത്ര ആളുണ്ടോ അത്രയും എണ്ണം നമുക്ക് തരും. എന്നിട്ട് നമുക്ക് പുഴയിലേക്ക് ഇറക്കാം. നമ്മളെ കല്യാണരാമൻ സിനിമയിലെ കഥയിലെ രാജകുമാരനും രാജകുമാരിയും ആ ഫീലാണ് നമുക്ക് കിടന്നു വരുന്നത്. അപ്പം അതാണ് കണ്ട ഫുൾ ക്യാൻഡിൽ ഇങ്ങനെ അവര് ഇതാക്കിയിട്ടിട്ടുണ്ട് എല്ലായിടത്തും. ഇത് ഒരു 10-11 മണിയെല്ലാം ആകുമ്പോഴത്തേക്കും ഇവിടെ ഫുള്ള് ഈ ക്യാൻഡിലിന്റെ ആ ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു ഇതെന്ന് അറിയും. അപ്പം കുറച്ച് കഴിയുന്നാണെങ്കിൽ ഇത് കൂടുതൽ രസമായിരിക്കും കാണാൻ. ഫുൾ കളർഫുൾ ആയിരിക്കും ഈ വെള്ളത്തിൽ ഇങ്ങനെ. അത് വീണെങ്കിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള പേപ്പർ പാക്സ് ഇട്ടിട്ടുണ്ട്. അതില് ക്യാൻഡിലും ഉണ്ട്. നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ വെള്ളത്തിലേക്ക് ഒഴുക്കാം. നോക്കണം, നോക്കണം, തീ പിടിക്കുന്ന നോക്കണം. മേക്ക് ഫോട്ടോ കിട്ടുമോ? ഫോട്ടോ കിട്ടോ? കിട്ടോ? ഈ ലൈറ്റ് എന്ന് പറയുന്നത് നമ്മളെ കമ്പി വളച്ചിട്ടൊരു ഈ ഷേപ്പിലാക്കിയിട്ട് അതിലേക്ക് തുണി വെച്ച് പിടിപ്പിച്ചാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ആ ക്യാൻഡിൽ എടുക്കുന്ന സമയത്ത് കുറച്ച് സൂക്ഷിക്കാനുണ്ട്.
അപ്പോൾ നമ്മളെ ബോട്ട് റൈഡ് ഇവിടത്തം വരെയുള്ളൂ. ഇനി തിരിച്ച് നമ്മൾ കയറിയ സ്ഥലത്തേക്ക് തന്നെ റിട്ടേൺ പോവുകയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അവർ യൂട്യൂബ് ചാനൽ.